പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 4 കാര്യം പടന്നയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് എൻ്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഒരു ഗതികേട് അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഒരു 4 കാര്യം ഞാൻ പറഞ്ഞുതരാം ഉസ്താദെ, നിസാരമായ 4 കാര്യങ്ങൾ. ഈ 4 കാര്യം ഇന്ന് മുതൽ സൂക്ഷിക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്. നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. കൈപൊക്ക്. മനസ്സുള്ളവൻ പൊക്കിയാൽ മതി, ഇല്ലാത്തവൻ പൊക്കണ്ട. പറ മനുഷ്യന്മാരെ ചെയ്യൂലേ. ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റാൽ അള്ളാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് സുബഹിക്ക് തന്നെ എഴുന്നേക്കണില്ല ഉസ്താദെ, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ ഇതൊക്കെ. ആരെങ്കിലും സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനൻ അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അള്ളാന്റെ ശാപം വാങ്ങി നീ നശിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുബഹിക്ക് മുമ്പേ എഴുന്നേക്കണം. എഴുന്നേറ്റ എന്താ? തഹജ്ജുദ് നിസ്കരിക്കുക. അൽഹംദുലില്ലാ. സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുക. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, വഖ്തെത്തുന്നതിന് മുമ്പേ wuduവെടുക്കുക. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ wuduവെടുക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് wuduവെടുത്തു. ആരെങ്കിലും വഖ്തെത്തുന്നതിന് മുമ്പ് നിത്യമായിട്ട് wuduവെടുക്കുന്നവനുണ്ടെങ്കിൽ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 3 എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, wuduവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ wuduവെടുത്തു. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറിയാൽ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ കയറിയിരുന്ന അള്ളാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ കാര്യം, wuduവെടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറൂലല്ലോ. ഇക്കാമത്ത് കൊടുത്താൽ കയറൂലല്ലോ. പള്ളിക്കകത്ത് ഇക്കാമത്ത് കൊടുത്ത് ഇമാമ് കൈകെട്ടിയാലും പുറത്തുനിന്ന് ചർച്ചയാ. അങ്ങനത്തെ കാലഘട്ടമാണ്. പെങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, wuduവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ മുസല്ലയിൽ കയറിയിരിക്കുക. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4-ാമത്തെ കാര്യം, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. വിത്ർ നമസ്കാരത്തിന് ശേഷം പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ? ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടല്ലേ പച്ചയിറച്ചി തിന്നണ റോഡിൽ നിന്നിട്ട്, പള്ളിയുടെ മുന്നിൽ നിന്നിട്ട്? എടാ, വീട്ടിൽ പോകുന്നതിന് മുമ്പേ അന്ന് കിട്ടിയ ചെയ്ത അമല് മുഴുവനും നാട്ടുകാർക്ക് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോഴല്ലേ വീടിൻ്റെ അകത്ത് കയറി ഭക്ഷണവും കഴിച്ച് കയറി ഇരുന്നിട്ട് ടവർ കത്തിക്കുന്നത് മൊബൈലിലൂടെ? അള്ളാഹു അല്ലേ. അപ്പോഴല്ലേ കാമുകനെ വിളിക്കുന്ന സമയം? അപ്പോഴല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് ദാരിദ്ര്യം വരും പെങ്ങളെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക. അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അള്ളാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.